Hi all, welcome to I+. ഞാൻ അക്ഷര. Try 5-ന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളിൽ എത്രണ്ണം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറക്കരുത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Individual difference in development of children can be attributed to. അപ്പോൾ നോക്കിക്കേ, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ സിമ്പിളായിട്ട് പറയും 30 കുട്ടികളുണ്ടെങ്കിൽ 30 പേരും 30 രീതിയിലായിരിക്കും അല്ലേ. അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ വ്യക്തിയിലും എന്താണ് വ്യക്തി വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഹെറിഡിറ്റി ഓൺലി, എൻവയോൺമെൻറ്റ് ഓൺലി, നീദർ ഹെറിഡിറ്റി നോർ എൻവയോൺമെൻറ്റ്, ഇൻ്റർപ്ലേ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പം എന്താണ് ഇവിടെ വന്നേക്കുന്നത്? പാരമ്പര്യവും പര്യാവരണവും അല്ലെങ്കിൽ പാരമ്പര്യവും പരിസ്ഥിതിയും. അപ്പം പാരമ്പര്യ ഘടകങ്ങൾ മാത്രമാണോ? പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങളുണ്ടോ? ഇനി ഇത് രണ്ടുമല്ലേ? അല്ല. നമുക്ക് ഉത്തരം അറിയാം എന്താണ്? ഇൻ്റർപ്ലേ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ പറഞ്ഞ ഹെറിഡിറ്റിയുടെയും എൻവയോൺമെൻറ്റും പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെ ഒരു ഇൻ്റർപ്ലേ കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ആ വ്യക്തിയുടെ ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതാണ് ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇവാലുവേഷൻ പ്രാക്ടീസ് ഷുഡ് എയിം അറ്റ്. ഇവാലുവേഷൻ എന്തിലാണ് അൾട്ടിമേറ്റ്ലി എയിം ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരവാണ് കണ്ടെത്തേണ്ടത്. ലേബലിംഗ് ഓഫ് സ്റ്റുഡൻസ്, സെഗ്രിഗേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ എബിലിറ്റി ബേസ്ഡ് ഗ്രൂപ്പ്സ്, ഐഡൻറ്റിഫൈങ് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹൈ അച്ചീവേഴ്സ് ഫോർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ വെറുതെ ആലോചിക്കുമ്പോഴത്തേക്ക് എന്താണ് നമുക്കിതെല്ലാം ശരിയെന്ന് തോന്നാം. കുട്ടികളെ ലേബൽ ചെയ്യാം. ഈ കുട്ടി ജയിച്ചു, ഈ കുട്ടി ജയിച്ചില്ല. പിന്നെ എന്താണ് ഇത്ര മാർക്ക് വാങ്ങിക്കാൻ കഴിവുള്ള കുട്ടികൾ ഈ ഗ്രൂപ്പ് എന്താണ് ഒരുപാട് എന്താണ് വർക്ക് ചെയ്താൽ മാത്രം മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഈ കുട്ടികൾ വേറെ ഗ്രൂപ്പ്. പിന്നെന്താണ് ഈ ഫസ്റ്റ് കിട്ടുന്നവർക്ക് പ്രൈസ് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ നമ്മുടെ പെഡഗോജിക്കൽ അപ്രോച്ച് വെച്ച് നമ്മുടെ പുതിയ പഠന രീതി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനേക്കാളും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ഐഡൻറ്റിഫൈങ് സ്റ്റുഡൻസ് നീഡ് ആൻഡ് റിക്വയർമെൻറ്റ്. കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ എന്താണ് കുട്ടിക്ക് മാർക്ക് കുറയുന്നത്? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് കുട്ടിക്ക് എന്തോ നീഡോ റിക്വയർമെൻറ്റോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് റെഡിയാക്കി എടുക്കണമെങ്കിൽ ടീച്ചർ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികൾ ക്ലാസ് റൂമിൽ ടീച്ചർ സ്വീകരിക്കണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇവാലുവേഷൻ പ്രാക്ടീസസ് നടത്തുന്നത്. അടുത്ത ചോദ്യം. Durga Tassine is talking to herself about where she can proceed on the task. According to Vygotsky's ideas on language and thought, this kind of private speech is a sign of. അപ്പോൾ നോക്കിക്കേ, ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ കാര്യം പറഞ്ഞു. പക്ഷേ സിമ്പിളായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിച്ചേക്കുന്ന ഒരു കുട്ടി എന്താണ് അവളോട് സ്വയം സംസാരിക്കുന്നു. ഒരു ടാസ്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് സ്വയം സംസാരിക്കുന്നു. വൈഗോട്സ്കിയുടെ ഐഡിയ പ്രകാരം ഈ ഒരു പ്രൈവറ്റ് സ്പീച്ച്, അപ്പോൾ ഈ ഒരു സ്വയമുള്ള ആ ഒരു പ്രൈവറ്റ് സ്പീച്ചിന് എന്തിൻ്റെ സൈനാണ്? കോഗ്നിറ്റീവ് മെച്യൂരിറ്റി, സെൽഫ് റെഗുലേഷൻ, ഈഗോസെൻട്രിസം, സൈക്കോളജിക്കൽ ഡിസോർഡർ. വൈഗോട്സ്കിയുടെ ഐഡിയയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരിക? തീർച്ചയായും സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്നർ സ്പീച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് കുട്ടികൾ നടത്തുന്നത്. അടുത്ത ചോദ്യം. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എമോ സ്റ്റുഡൻസ് ഈസ് ലൈക്ലി ടു ഇംപ്രൂവ് ഇൻ ദ സെറ്റിംഗ് വിച്ച് എംഫസൈസ് ഓൺ. കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഈ തരത്തിലുള്ള സെറ്റിങ്ങിൽ എന്തിന് എംഫസൈസ് കൊടുക്കുമ്പോഴാണ് നടക്കുന്നത്? കോമ്പറ്റീഷൻ, ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് പെഡഗോജി, ഫ്രീക്വൻറ്റ് എക്സാമിനേഷൻ, ഇൻക്വയറി ആൻഡ് ഡയലോഗ്. അപ്പം നോക്കി, ഏറ്റവും കൂടുതലായിട്ട് ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കണമെങ്കിൽ അവിടെ കോമ്പറ്റീഷൻസ് നടക്കുമ്പോഴാണോ? അല്ല. ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് പെഡഗോജി ഒരു പരിപാടിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ടെക്സ്റ്റ് ബുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി മാത്രമാണല്ലേ. അല്ല ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല കുട്ടിയുടെ പഠനം നടക്കാം. ഫ്രീക്വൻറ്റ് എക്സാമിനേഷൻ ശരിയാണ്, പരീക്ഷകൾ വേണം. എന്നിരുന്നാലും അത് ഏറ്റവും ഡീപ്പറായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ഇൻക്വയറി ആൻഡ് ഡയലോഗ്. കുട്ടികളെ കാര്യങ്ങൾ കണ്ടെത്തി ഒരു ഇൻക്വയറിയിലൂടെ പിന്നെ അവർ തന്നെ എന്താണ് അതിനെക്കുറിച്ച് ഡയലോഗുകളിലൂടെയൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലീഫ് ഈസ് ഗുഡ് ഫോർ ലേണിംഗ്? ലേണിങ്ങിന് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബിലീഫ് ഏതാണ്? എബിലിറ്റി ഈസ് ഇംപ്രൂവബിൾ, എബിലിറ്റി ഈസ് ഫിക്സഡ്, എഫേർട്സ് ഡോണ്ട് മേക്ക് എനി ഡിഫറൻസ്, ഫെയിലർ ഈസ് അൺകൺട്രോളബിൾ. അപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിക്കാം. അവിടെ വലിയ തിയറി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കാം. അത്തരത്തിലൊരു ചോദ്യമാണ്. നോക്കിക്കേ, ലേണിങ്ങിന് ഗുഡായിട്ടുള്ളത് എന്താണ്? എബിലിറ്റി ഈസ് ഇംപ്രൂവബിൾ. എബിലിറ്റി കഴിവുകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. എബിലിറ്റി ഈസ് ഫിക്സഡ്. കഴിവുകൾ എന്താണ്? ഫിക്സഡ് ആണ്, അതിന് മാറ്റം വരില്ല.
എഫേർട്സ് ഡോണ്ട് മേക്ക് എനി ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഫെയിലർ ഇസ് അൺകൺട്രോളബിൾ. നമുക്കെന്താണ് തോൽവി അല്ലെങ്കിൽ പരാജയം നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല. ഈ ഒരു 4 ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ്? എബിലിറ്റി ഈസ് ഇംപ്രൂവബിൾ. നമുക്ക് നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇത് ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് എന്താണ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ എബിലിറ്റീസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പല പല നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ ഏരിയയിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ സ്കോർസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.